എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കൂടി നെഗറ്റീവ് പറഞ്ഞ് രേണു സുധി ഇപ്പോൾ മുകളിൽ കയറി. കഴിഞ്ഞ ദിവസം രേണു സുധിയെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നതിന്റെ വീഡിയോ കാണാനിടയായി. അതായത് ഒരു ഓൺലൈൻ മാധ്യമത്തിലാണ്. രേണുവിന്റെ വയറ് കാണിച്ച് പൊക്കിള് കാണിച്ച് എന്തിനാ അങ്ങനെയൊക്കെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ അത് മോശമല്ലേ, അത് നെഗറ്റീവ് അല്ലേ എന്ന്. അപ്പോൾ രേണു പറയുന്നുണ്ട്, എൻ്റെ ഇഷ്ടം, എനിക്കിഷ്ടമുള്ളതുപോലെ അഭിനയിക്കാം, വീഡിയോ എടുക്കാം, ഇടാം, എനിക്കതിന് കുഴപ്പമില്ല. സുധിയെ അല്ലാതെ മറ്റാരെയെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടോ? രേണു പറയുന്നുണ്ട്, ഇല്ല, ഞാൻ സുധിച്ചേട്ടനെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ. സുധിച്ചേട്ടൻ മാത്രമാണ് എനിക്ക് താലി കെട്ടിയത്. നിയമപരമായിട്ട് കല്യാണം കഴിച്ചത് സുധിച്ചേട്ടൻ മാത്രമാണ്. ശരി, സുധി മാത്രമാണ് നിയമപരമായിട്ട് കല്യാണം കഴിച്ചത്. അപ്പൊ അതിന് മുന്നേ ഏതെങ്കിലും രീതിയിൽ ബന്ധം ആരോടെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ഈ അവതാരകൻ തന്നെയാണ് ചോദിക്കുന്നത്. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം. ഇപ്പൊ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ കേൾക്കുന്ന നമ്മൾ പ്രേക്ഷകർ എന്താണ് മനസ്സിലാക്കുക? ഭാര്യ പദവി സ്വീകരിച്ച് കൂടെ നിന്നിട്ടുണ്ട്. അപ്പൊ അത് തന്നെയാണ് കുറേ ദിവസങ്ങളും മാസങ്ങളുമായിട്ട് യൂട്യൂബിനകത്ത് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നതും. അത് തന്നെയാണ് രേണു. ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിൽ ഉണ്ട്. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ് അതാരായിരുന്നു എന്താന്ന് വെച്ചാൽ ആ ആളുടെ പേര് പറയാനുള്ള ധൈര്യം ചങ്കൂറ്റം കാണിക്കണം. നെഗറ്റീവ് വീഡിയോ ചെയ്യുന്നു അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെ വായടപ്പിക്കാൻ ഈ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ വന്നിരുന്നു, ഫേസ്ബുക്കിൽ വന്നിരുന്നു, ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. രേണു സുധി കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഇത് ഇവിടെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് ആർക്കും തന്നെ ബാധകമല്ല. നമ്മൾ അതിനെ റിയാക്ട് ചെയ്യും. പൊക്കിള് കാണിച്ചും വയറ് കാണിച്ചും സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ടിട്ടും എല്ലാം പോയിട്ട് ഇരുന്നോ കണ്ടോ ചെയ്തോ നല്ല കാശ് കിട്ടുന്നും പറഞ്ഞിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആരെങ്കിലും പറഞ്ഞിട്ടാണോ ചെയ്യുന്നത്? എല്ലാം നെഗറ്റീവ് കമന്റ്സ് അല്ലേ കണ്ടത്. ആരോ എവിടെയോ ഒന്നോ രണ്ടോ, 100-ൽ ഒരാൾ എന്ന് പറയുന്നത് പോലെ എവിടെയെങ്കിലൊക്കെ ഒന്നോ രണ്ടോ പേര് ചേച്ചി മുന്നോട്ട് പോയിക്കോ എന്ന് പറഞ്ഞവര് ആരെങ്കിലും രേണുവിന് ചെലവിന് തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ച് ചെലവ് നടത്തിക്കോളൂട്ടാ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരാരും തന്നെ രേണുവിന് ചെലവിന് കൊടുക്കാന്ന് പറഞ്ഞിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ചെയ്യുന്നവരെല്ലാവരും രേണുവിന് ചെലവിന് കൊടുക്കണം. അല്ലെങ്കിൽ രേണുവിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളവരൊക്കെ ചെലവിന് കൊടുക്കണം. വരുമാനം കിട്ടുമ്പോൾ ചെലവിന് തരാം. കലാകാരൻ എന്ന നിലയിൽ സുധിയെ ഇഷ്ടമായിരുന്നു. പരിപാടികൾ കാണാറൊക്കെ ഉണ്ടായിരുന്നു ഞാൻ. അവൻ മരിച്ചപ്പോൾ ഒരു വിഷമം തോന്നിയിട്ടുണ്ട്. ഒരു പ്രോഗ്രാമിന് പോയിട്ട് വരുമ്പോഴാണ് ആക്സിഡന്റ് ആയിട്ട് മരിക്കുന്നത്. 1 വർഷത്തിൽ കൂടുതലായാലും രേണു ഇങ്ങനെ അഭിനയം ആയിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് പിന്നെ കുഞ്ഞിന് ബുക്ക് വാങ്ങിയില്ല, ബാഗ് വാങ്ങിയില്ല, കുട വാങ്ങിയില്ല, പൈസ ഇല്ല, പേന വാങ്ങാൻ പൈസ ഇല്ല, റബ്ബർ വാങ്ങാൻ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേരെങ്കിലും സഹായിച്ചിട്ടുമുണ്ട്. എല്ലാം രേണുവിനെ കണ്ടൊന്നും അല്ല സഹായിച്ചത്. ആ സുധി എന്ന കലാകാരനെ, അയാളുടെ കഴിവിനെ, അയാൾ മരണപ്പെട്ടു പോയതിലുള്ള സങ്കടങ്ങൾ പലർക്കും ഉണ്ടാകും. ഇന്നും പലർക്കും പഴയ വീഡിയോസ് ഏതെങ്കിലും എടുത്ത് കാണുമ്പോഴേ മനസ്സിലാകുന്നുണ്ട്. രേണു ഈ രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടുമ്പോൾ രേണു ഒരു കാര്യം മനസ്സിലാക്കുക. സുധിയുടെ മകൻ 18-20 വയസ്സോളം ആയിട്ടുള്ള ആ മകൻ, അവനും ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും. പലരും അവനോട് ചോദിക്കുന്നുണ്ടാകും, അപ്പൊ നീ അമ്മയായിട്ടാണ് അവൻ മകനായിട്ടാണ് ഒന്നും പറയുന്നത് കൊണ്ട് കാര്യമില്ല. ആ ചാനലുകാരനും വന്ന് ചോദിക്കാണ്, ആ ഒരു വിധവയായ സ്ത്രീയെ നിങ്ങളെല്ലാവരും കൂടി എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അവരെന്ത് തെറ്റാണ് ചെയ്തത്? നമ്മുടെ ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കാനും ഭക്ഷണം കഴിക്കാനും നമുക്ക് ഇഷ്ടമുള്ള ഏത് മേഖലയിൽ കൂടെ പോകണമെന്നും തിരഞ്ഞെടുക്കുന്നത് നമ്മളാണ്. എന്നാലും സമൂഹത്തെയും കുടുംബങ്ങളെയും വീട്ടുകാരെയും ഒക്കെ കുറച്ചെങ്കിലും നമുക്ക് പേടിക്കേണ്ടതായിട്ടുണ്ട്. യൂട്യൂബ് തുറന്നാൽ രേണു മാത്രമാണ് യൂട്യൂബിലും ഫേസ്ബുക്കിലും. വേറെ ആരുടെയും ഹിസ്റ്ററികളില്ല. രേണുവാണോ രേണുയുടെ ചേച്ചിയെയും ഭർത്താവിനെയും ഒക്കെ നോക്കേണ്ടത്? അവരല്ലേ? അവരുടെ കുഞ്ഞിന് ബാഗും കുടയും ഒക്കെ വാങ്ങുന്ന സമയത്ത് രേണുവിന്റെ മകനും കൂടെ വാങ്ങിക്കൊടുക്കേണ്ടതല്ലേ? അപ്പൊ എല്ലാവരും കൂടി അപ്പുറത്ത് വാടകയ്ക്ക് താമസിച്ചാലും ശരി, സ്വന്തം വീട്ടിലേക്ക് വന്ന് താമസിച്ചാലും ശരി, സുധിയുടെ ആദ്യത്തെ ഭാര്യയിലുണ്ടായിരുന്ന മകൻ അങ്ങ് പോയി.
ഇനിയിപ്പോൾ അവനിപ്പം നാണക്കേടായിരിക്കില്ലേ ഇവിടെ വന്ന് നിൽക്കാനേ. ഇത്തരം വീഡിയോകളും ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോകളും എല്ലാം സുധിയുടെ മകനും കാണുന്നുണ്ടാകും. അവൻ്റെ മനസ്സിനെയും വിഷമിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്.